വെൽക്കം ടു മൈ ചാനൽ ദ ലേഡി പ്രോഫറ്റ്. ഇന്നത്തെ റീഡിംഗ് കൃഷ്ണ സന്ദേശമാണ്. കൃഷ്ണ ഭക്തർ ഈ വീഡിയോ കാണുന്നുണ്ടാവാം എന്ന് കരുതി കൃഷ്ണ ഭക്തർക്ക് മാത്രമുള്ളതല്ല, ആർക്കും കാണാം. ഈ ഒരു സമയത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് റീഡ് ചെയ്യുന്നത്. നിങ്ങളുടെ സ്പിരിച്വൽ ജേർണി ആയിട്ട് റിലേറ്റഡ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതൽ വാലിഡ് ആയിരിക്കും. കാർഡ്സ് നോക്കാം. തന്ത്ര, ധൂമാവതി, ഓജസ്, കൃഷ്ണ. രാധ, പ്രാണ, ബുദ്ധ, ബ്രഹ്മ. ബോട്ടം ഓഫ് ദ ഡെക്ക് ബാധയാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഓവറോൾ ആയിട്ട് വന്നിരിക്കുന്ന എനർജി സ്ത്രീ പുരുഷ തത്വത്തിൻ്റെ സന്തുലനാവസ്ഥയെയാണ് കാണിക്കുന്നത്. തന്ത്രയാണെങ്കിലും അതുപോലെ കൃഷ്ണരാധ, ഈ കൃഷ്ണരാധ എന്ന് പറയുന്ന രണ്ട് കാർഡ്സും ഒരുമിച്ചാണ് വന്നിരിക്കുന്നത്. ഇത് കാണിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലെ ഫെമിനൈൻ മാസ്കുലൈൻ എനർജി ബാലൻസ് ആകാൻ പോകുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു തിരിച്ചറിവിലേക്ക് വരുമ്പോൾ തന്ത്ര എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ അത് വരുന്നത്, ഫോർ എക്സാമ്പിൾ സൗണ്ട്. ഇപ്പോൾ ഒരാൾ നമ്മളോട് സംസാരിക്കുന്നു, അയാൾ നമ്മൾ മോശമായിട്ട് ചീത്ത വിളിക്കുന്നുണ്ടാകാം. അതല്ലെങ്കിൽ അയാൾ നമ്മളോട് നല്ല രീതിയിലായിരിക്കാം സംസാരിക്കുന്നത്. അപ്പോൾ അയാളുടെ സംസാരത്തെ ജഡ്ജ്മെൻറ്റ് ചെയ്യാതെ നമ്മൾ ആ സൗണ്ടിനെ മാത്രം അവിടെ അവെയർ ആകുക എന്നുള്ളതാണ്. ആ സൗണ്ടിൽ മാത്രമായിരിക്കണം നമ്മൾ അവെയർ ആകുന്നത്. ആ സൗണ്ടിൽ വരുന്ന വ്യത്യാസത്തെ, ദ്വൈതത്തെ നമ്മൾ കാണാൻ പാടില്ല. സൗണ്ട് എന്ന് പറയുന്നത് അദ്വൈതമാണ്. അവിടെ സൗണ്ട് എന്ന് പറയുന്നത് ദൈവിക തലമാണ്, ദൈവികമാണ്. അപ്പോൾ ആ സൗണ്ട് എന്ന് പറയുന്ന ആ ദൈവികതയാണ് നമ്മളവിടെ കാണുന്നത്. അതിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന നല്ലതും ചീത്തയായിട്ട് വരുന്ന ദ്വൈതത്തെയല്ല നമ്മൾ കാണുന്നത്. അങ്ങനെ ആ ഒരു അവസ്ഥയിൽ എത്തുമ്പം നമ്മൾ എല്ലായിടത്തും നമുക്ക് ദൈവികത മാത്രമേ കാണാൻ പറ്റൂ. അവിടെ ആ സൗണ്ടിനെ നമ്മൾ ജഡ്ജ് ചെയ്യുമ്പോഴാണ് അവിടെ നല്ലതും ചീത്ത എന്നുള്ള, നമ്മളെ ചീത്തയാണ് വിളിച്ചതെങ്കിൽ അത് നമ്മളെ വല്ലാതെ ഫ്രസ്ട്രേറ്റഡ് ആക്കും. അതിനെതിരെ നമുക്ക് റിയാക്ട് ചെയ്യാൻ തോന്നും. അതല്ലെങ്കിൽ നമ്മളിൽ അത് റിയാക്ഷൻ സംഭവിച്ചില്ലെങ്കിൽ അതൊരു സപ്രസ്ഡ് ആയിരിക്കുന്ന എനർജിയിലേക്ക് മാറും. ആ വ്യക്തിയോട് നമുക്ക് എപ്പോഴും ഒരു പക അല്ലെങ്കിൽ ദേഷ്യം പോലുള്ള ഒരവസ്ഥയായിരിക്കും ആ വ്യക്തിയോട് നമുക്ക് തോന്നുന്നത്. അതേസമയം ആ വ്യക്തി നമ്മളോട് നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളെ കുറച്ച് പൊക്കി സംസാരിച്ച് അങ്ങനെയാണ് വരുന്നതെങ്കിൽ അവിടെ വരുന്നതെന്ന് വെച്ചാൽ ചില സമയം നമുക്ക് സ്നേഹമായിരിക്കാം. അതല്ലെങ്കിൽ അയാളുടെ അടുത്ത് നിന്ന് പിന്നെയും കോംപ്ലിമെൻറ്റ് കിട്ടാനുള്ള ഒരു വ്യഗ്രതയായിരിക്കാം. അങ്ങനെ ആ ഒരു വ്യക്തിയെ കാണുമ്പോൾ ചില സമയം നമുക്ക് സ്നേഹം തോന്നാം. അപ്പോൾ അവിടെ വരുന്ന ഇമോഷനെയാണ് അവിടെ കാണിക്കുന്നത്. അതായത് നമ്മൾ ആ വ്യക്തി പറഞ്ഞ വാക്കിൽ സ്റ്റക്കായി പോകും ഇങ്ങനെ ജഡ്ജ്മെൻറ്റ് ചെയ്യുമ്പോൾ. അതേസമയം നമ്മളവിടെ അവെയറായി നിന്നാൽ അവിടെ സൗണ്ട് എന്ന് പറയുന്ന ദൈവികത മാത്രമേ ഉണ്ടാവൂ. അങ്ങനെ വരുമ്പോൾ അത് തന്ത്രയാണ്. അതായത് എല്ലാറ്റിനെയും ഒന്നായി കാണുന്ന അവസ്ഥ. അവിടെ ദ്വൈതമില്ല, അദ്വൈതം മാത്രമേ ഉള്ളൂ. രണ്ടായി കാണുന്നതിനെ ഒന്നായിട്ട് കാണുന്ന ഒരവസ്ഥ. നമ്മളിൽ ഒരു അവെയർ ആകുമ്പോൾ, നമ്മളിൽ ഒരു അവെയർനെസ് വരുമ്പോൾ, നമ്മൾ നമ്മുടെ അസ്തിത്വമായിട്ട് കണക്റ്റ് ആകുമ്പോൾ അല്ലെങ്കിൽ പരമാത്മാവുമായിട്ട് കണക്റ്റ് ആകുമ്പോൾ സംഭവിക്കുന്ന ഒന്നാണ് അദ്വൈതം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏതൊരു വ്യക്തിയെയും ജഡ്ജ് ചെയ്യാതിരിക്കുക, അവർ പറയുന്ന വാക്കുകളിൽ സ്റ്റക്കാകാതിരിക്കുക. സ്റ്റക്കായി പോയി കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ആ മായയിലാണുള്ളത്, ദ്വൈതത്തിൽ, ഡ്വാലിറ്റിയിലാണ് നമ്മളുള്ളത്. അപ്പോൾ അതാണ് ഇവിടെ തന്ത്ര കാണിക്കുന്നത്. ഈ കൃഷ്ണ രാധ കാണിക്കുന്നത് സെയിം എനർജിയാണ്. അതായത് കൃഷ്ണൻ എന്ന് പറയുന്നത് ഒരു ആത്മാവിൻ്റെ മാസ്കുലൈനാണ്. രാധ എന്ന് പറയുന്നത് ആ ആത്മാവിൻ്റെ തന്നെ ഫെമിനൈനാണ്. അവിടെയും സ്ത്രീ പുരുഷ എനർജീൻ്റെ സന്തുലനാവസ്ഥയാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഈ ഒരു തത്വം ബാലൻസിൽ നിന്ന് കഴിയുമ്പോൾ, സ്ത്രീ പുരുഷ തത്വം നമ്മളിൽ ബാലൻസ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ദ്വൈതത്തിൽ നിന്ന് നമ്മൾ അദ്വൈതത്തിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. ആ ഒരു സമയത്താണ് നമുക്ക് ഈ തന്ത്ര എന്ന് പറയുന്ന ഒരു അദ്വൈതം അത് നമുക്ക് വർക്കാകുന്നത്. അപ്പം നിങ്ങൾക്കിവിടെ ആദ്യം വരുന്ന കൃഷ്ണ സന്ദേശം എന്ന് പറയുന്നത് നിങ്ങളുടെ ഫെമിനൈൻ മാസ്കുലൈൻ എനർജി ബാലൻസിങ്ങിലേക്ക് വരുന്നുണ്ട്.
അപ്പോൾ അതവിടെ കംപ്ലീറ്റ് ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങളവിടെ മറ്റുള്ളവരിൽ നിന്ന് വരുന്ന വേർഡ്സ് അല്ലെങ്കിൽ എന്ത് കാര്യവും അത് മറ്റുള്ളവർ പറയുന്നത് മാത്രമല്ല, ഒരു കാര്യത്തെ നിങ്ങൾ വിലയിരുത്തരുത്. നെഗറ്റീവ് പോസിറ്റീവ് കാണാൻ പാടില്ല. അവിടെ കൃത്യമായിട്ട് ഒരു അവയർനെസ്സിൽ നിന്ന് കഴിയുമ്പോൾ അവിടെ എന്ത് ഡിസിഷൻ എടുക്കണം, അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യം കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. അങ്ങനെ ജഡ്ജ്മെൻറ്റിൽ പോകരുത് എന്നുള്ളതാണ് ആദ്യം വന്നിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കിവിടെ എനർജി ബാലൻസിങ് സംഭവിക്കും. പിന്നെ വരുന്നത് ധൂമാവതി എന്ന് പറയുന്ന കാർഡാണ്. ഇത് നമ്മുടെ സ്പിരിച്വൽ ജേർണിയിൽ ഒരു ടേണിംഗ് പോയിൻ്റാണ് ഈ ധൂമാവതി ദേവി എന്ന് പറയുമ്പോൾ അതൊരു ദേവതയാണ്. അവിടെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ വളർച്ചയുടെ ഒരു പ്രധാനപ്പെട്ട ഘട്ടത്തെയാണ് കാണിക്കുന്നത്. അതൊരു അവസ്ഥയാണ് ധൂമാവതി എന്ന് പറയുന്നത്. ഏത് ദേവതയും നമ്മുടെ ഓരോ അവസ്ഥകളെയാണ് കാണിക്കുന്നത്. അത് നമ്മൾ ഏത് അവസ്ഥയിലാണ് ഉള്ളത് എന്നുള്ളത് ഒരു ചിത്രത്തിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ ഒരു ദേവതാ ഫോമിലോ നമുക്ക് കാണിച്ചു തരുന്നു എന്നുള്ളത് മാത്രം. ഈ ധൂമാവതി എന്ന് പറയുമ്പം നമ്മൾ ഇത്ര കാലം ചില ആൾക്കാർ ഭയങ്കര മോശമായിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നു വന്ന ആൾക്കാരായിരിക്കാം. ഒരുപാട് നെഗറ്റീവ് എക്സ്പീരിയൻസ് അവരുടെ ലൈഫിലുണ്ടാവാം. എല്ലാം തകർന്നു പോയി, എല്ലാം നഷ്ടപ്പെട്ടു പോയി നിൽക്കുന്ന ആൾക്കാരുണ്ടാവാം. ഇതെല്ലാം ഒരു കാരണം ഉണ്ട് എന്നുള്ള തിരിച്ചറിവാണ് ധൂമാവതി ദേവി ആ ഒരു ഇത് നമ്മുടെ ലൈഫിലോട്ടേക്ക് വരുമ്പോൾ സംഭവിക്കുന്നത്. അപ്പോൾ ഈ ധൂമാവതി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഒരു വ്യക്തി വരുന്ന സമയത്ത് നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് വന്നിട്ടുള്ളതായ കാര്യങ്ങൾ നമ്മൾ പോരാടിയിട്ടുണ്ടാകാം. പലതിനെതിരെയും നമ്മൾ പോരാടിയിട്ടുണ്ടാവാം, ജീവിതത്തോട് പോരാടിയിട്ടുണ്ടാവാം, ഒരുപാട് നെഗറ്റീവ് എക്സ്പീരിയൻസ് കഴിഞ്ഞ് തളർന്നു പോയ ആൾക്കാരുണ്ടാവാം. ഇതെല്ലാം ഒരു വലിയ കാരണത്തിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങളുടെ ലൈഫിൽ വന്നതെന്നും ഇന്ന് നിങ്ങൾ ഈ ഒരു സ്ഥാനത്ത് ഒന്നുകിൽ ഈ വീഡിയോ കേൾക്കുന്ന ഒരു സമയം, അതല്ലെങ്കിൽ ഇന്ന് നിങ്ങളായിരിക്കുന്ന ഒരു സ്ഥലം, അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയായിട്ട് നിങ്ങളിപ്പോൾ ആരായിരിക്കുന്നോ എന്തായിരിക്കുന്നോ, നിങ്ങൾ ഏതവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്, തിരിച്ചറിവിൻ്റെ കാലഘട്ടമാണോ അല്ലെങ്കിൽ എന്തെങ്കിലും നേടിയിട്ട് നിൽക്കുന്ന ആൾക്കാരാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബോധവികസനമെങ്കിലും നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസിലൂടെ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അതെല്ലാം ഒരു വലിയ കാരണത്തിലേക്ക് വേണ്ടിയുള്ള ഒരുക്കിയെടുക്കലാണെന്ന് മനസ്സിലാക്കുന്ന ഒരു സമയം. ഇന്നേ വരെ ലൈഫിൽ നടന്ന എല്ലാറ്റിനും ഒരു വലിയ കാരണമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനോട് നന്ദി പറയേണ്ട ഒരു സമയം. ആ സമയത്താണ് ധൂമാവതി എന്ന് പറയുന്ന കാർഡ് വരുന്നത്. അപ്പോൾ എല്ലാറ്റിൻ്റെയും കാര്യകാരണങ്ങൾ സഹിതം മനസ്സിലാക്കുന്ന ഒരു സമയം എല്ലാവരുടെയും ലൈഫിലുണ്ടാവും. അപ്പോൾ ആ സമയത്ത് നമ്മളിൽ ധൂമാവതി ദേവി ഉണരുമ്പോഴാണ് അത്രവരെയും നമ്മൾ നമ്മളെ തന്നെ സ്വയം പഴിക്കും. എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ, മറ്റുള്ളവരെല്ലാം നന്നായിട്ട് ജീവിക്കുന്നു, അങ്ങനെ സ്വയം പഴിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ടാവാം. അല്ലെങ്കിൽ അവനവൻ്റെ ജീവിതം ഇങ്ങനെ ആയതിന് മറ്റുള്ളവരുടെ മേലെ പഴിചാരി ജീവിക്കുന്ന ആൾക്കാരുണ്ടാകാം. ഇതെല്ലാം മാറ്റി നിർത്തി എല്ലാറ്റിനും ഇന്നേ വരെ ലൈഫിൽ സംഭവിച്ച എല്ലാറ്റിനും കാരണങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അതിന് നന്ദി പറയുന്ന ഒരു സമയം നമ്മളെല്ലാവരുടെയും ലൈഫിലുണ്ടാവും. ഇന്ന് ഞാനിവിടെ ആയിരിക്കുന്നതിൻ്റെ കാരണം കഴിഞ്ഞു വന്ന മോശം എക്സ്പീരിയൻസ് എന്നെ ഒരുക്കിയെടുക്കുകയായിരുന്നു, എന്നെ മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാക്കി മാറ്റുകയായിരുന്നു എന്നുള്ളൊരു തിരിച്ചറിവിൽ നന്ദി പറയാനാണ് ഇവിടെ കൃഷ്ണ പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ധൂമാവതി എന്ന് പറയുന്ന കാർഡ് വരുന്നത്. ഇത് നിങ്ങൾക്ക് നന്ദി പറയേണ്ടതായിട്ടുള്ള ഒരു സമയമാണ്. കാരണം നിങ്ങൾക്ക് എല്ലാറ്റിൻ്റെയും കാര്യകാരണങ്ങൾ മനസ്സിലായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ഓജസ്, പ്രാണ. ഇത് രണ്ടും നിങ്ങളുടെ ശരീരത്തെ കാണിക്കുന്നതാണ്. ഓരോരോ ആൾക്കാരും സ്പിരിച്വാലിറ്റിയിലെത്തുമ്പോൾ പറയുന്ന കേൾക്കാറുണ്ട്, ശരീരം ഒന്നുമല്ല, നമ്മൾ വെറും ആത്മാവ് മാത്രമാണ് എന്നുള്ളത്. അപ്പം അങ്ങനെ വരുമ്പോൾ ശരീരം ഉണ്ടെങ്കിലേ ഒരു ആത്മാവിന് ഗ്രോ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ആത്മാവ് ശരീരത്തെ തേടി, ശാന്തി കിട്ടാത്ത ആത്മാവ് ശരീരം തേടി അലയുന്നുണ്ടാകാം, ബോഡി കിട്ടാത്ത ആത്മാക്കൾ ഉണ്ടാകാം. ഈ ബോഡിയിലിരുന്ന് മാത്രമേ ഒരാത്മാവിന് വളർച്ച പ്രാപിക്കാൻ പറ്റും. ആ ആത്മാവിന് ബ്രഹ്മമായിട്ട് ലയിക്കാൻ പറ്റും. അത് എന്ത് കോൺസെപ്റ്റിൽ വേണമെങ്കിൽ പറയാം, പരമാത്മാവെന്നോ പരിശുദ്ധാത്മാവെന്നോ ക്രിയേറ്ററെന്നോ അല്ലെങ്കിൽ ബ്രഹ്മെന്നോ, അത് പലതും പല രീതിയിൽ പറയുന്നുണ്ടാകാം. അപ്പോൾ അത് ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം. അപ്പോൾ ആ ഒരു അൾട്ടിമേറ്റ് നമ്മുടേതായിട്ടുള്ളൊരു സോഴ്സ് ഉണ്ട്. നമ്മൾ എവിടെ നിന്നാണോ വന്നത് ആ ഒരു സോഴ്സ് ഉണ്ട്. ആ സോഴ്സിലേക്ക് നിങ്ങൾക്ക് കണക്റ്റ് ആവണം. അല്ലെങ്കിൽ അത് സംഭവിക്കേണ്ടത് നമ്മുടെ ആത്മാവിൻ്റെ പുരോഗതിയിലൂടെ മാത്രമേ നമുക്ക് ആ സോഴ്സിലേക്ക് കണക്റ്റ് ആകാൻ പറ്റൂ. അപ്പോൾ അങ്ങനെ ഒരു സോഴ്സിലേക്ക് കണക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ അവിടെ മാധ്യമമായിട്ട് ഒരു മീഡിയേറ്ററായിട്ട് നമ്മുടെ ബോഡി അവിടെ വേണം. ആ ബോഡിയിലിരുന്ന് മാത്രമേ ഒരു ആത്മാവിന് ഗ്രോ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ബോഡിയെ നമ്മൾ കെയർ ചെയ്യുക, നമ്മുടെ ആരോഗ്യത്തെ കെയർ ചെയ്യുക എന്നുള്ളത് മസ്റ്റാണ്.
അപ്പോൾ നിങ്ങൾ കഴിക്കുന്ന ഫുഡായാലും എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിന് വേണ്ടി ചെയ്യുന്ന ഏത് കാര്യവും അത് നിങ്ങൾക്ക് അനുകൂലാവസ്ഥ കൊണ്ടുവരുന്നുണ്ടോ, നിങ്ങളുടെ ശരീരത്തിന് ഹെൽത്തി ആയിട്ടുള്ളൊരു ഹാബിറ്റ്സ് ആണോ നിങ്ങൾ ചെയ്യുന്നതെന്നുള്ള പൂർണ്ണ അവബോധം അവിടെ വേണം എന്നുള്ളതാണ് ഇവിടെ പ്രാണയും ഓജസ്സും കാണിക്കുന്നത്. ഓജസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിനുണ്ടാവുന്ന ഓജസ്സാണ്. അതായത് നമ്മൾ എത്രമാത്രം ഹെൽത്തി ആണ് എന്നുള്ളത് നമ്മുടെ കണ്ണിലോ അല്ലെങ്കിൽ ശരീരത്തിലുണ്ടാവുന്ന ഒരു തേജസ് അത് മറ്റുള്ളവർക്ക് കാണാൻ പറ്റും. ചില ആൾക്കാർ നിങ്ങളോട് പറയുന്നുണ്ടാകാം ടയേർഡായി പോയല്ലോ എന്നുള്ളത്. അത് നിങ്ങളിൽ കൃത്യമായിട്ട് പ്രാണ എനർജി വർക്ക് ആവുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ഹാബിറ്റ്സ് മാറ്റണം എന്നുള്ളതാണ്. ചില ആൾക്കാർ നിങ്ങളോട് പറയുന്നുണ്ടാകും ഭയങ്കര തേജസ് ഉണ്ട്, അല്ലെങ്കിൽ കണ്ണുകളിൽ നല്ല പ്രകാശമുണ്ട്. ഇതൊക്കെ പ്രാണ എനർജി നിങ്ങളിൽ നന്നായിട്ട് വർക്ക് ആവുന്നതിൻ്റെ ഒരു ലക്ഷണം. ഇവിടെ പറഞ്ഞു വരുന്നത് സ്പിരിച്വാലിറ്റി എന്നും പറഞ്ഞ് ശരീരം ഒന്നുമല്ല ആത്മാവാണ് ഞാൻ എന്നുള്ള ഒരു ബോധത്തിൽ പോകുന്ന ആൾക്കാരുണ്ടാകാം. അവിടെ ആത്മാവിനുള്ളത്ര ഇമ്പോർട്ടൻസ് തന്നെ നമ്മുടെ ശരീരത്തിനും ഉണ്ട്. കാരണം ആത്മാവിന് ഗ്രോ ചെയ്യാൻ ശരീരം അത്യാവശ്യമാണ്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഹെൽത്ത് നമ്മൾ തന്നെ നോക്കണം എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഹാബിറ്റ്സ് ശരിയാക്കുക എന്നുള്ളത്, നിങ്ങളുടെ ശരീരത്തിന് ഗുണകരമായിട്ടുള്ള ഹാബിറ്റ്സ് ആണോ, ഫുഡ് ഹാബിറ്റ്സ് ആണോ നിങ്ങൾ ഫോളോ ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ഒന്ന് അവെയർ ആയിരിക്കുക എന്നുള്ളത് ഇവിടെ മറ്റൊരു സന്ദേശമായിട്ട് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് കൃഷ്ണ രാധ എന്ന് പറയുന്ന കാർഡാണ്. ഇത് രണ്ടും ഒരുമിച്ച് വന്നതുകൊണ്ട് ഇത് പ്രണയത്തെയാണ് കാണിക്കുന്നത്. സ്നേഹം എന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾ, സ്ത്രീയും പുരുഷനും തമ്മിലുള്ള അഭിനിവേശത്തേക്കാൾ ഉപരി അതിലും വലിയൊരു മഹത്വം ഉണ്ട് എന്നുള്ളത് കാണിക്കുന്നതിനെയാണ്. കാരണം സ്ത്രീ പുരുഷനിലൂടെയാണ് എല്ലാറ്റിൻ്റെയും തുടക്കം ഉണ്ടാവുന്നത്, എല്ലാറ്റിൻ്റെയും ക്രിയേഷൻ ഉണ്ടാവുന്നത് ഈ രണ്ട് എനർജിയിലൂടെയാണ്. അപ്പോൾ അതിൻ്റെ മഹത്വം എന്താണെന്നും അവർ തമ്മിലുണ്ടാകുന്ന ഒരു അട്രാക്ഷനേക്കാൾ ഉപരി അതിലും വലിയ എന്തോ ഒരു കാര്യം ഉണ്ട്, അതാണ് സ്നേഹം എന്നുള്ളത് മനസ്സിലാക്കുന്നിടത്തു നിന്നാണ് ഈ കാർഡ് വരുന്നത്. മീൻസ് നമ്മൾ നമ്മുടെ ആത്മാവിനെ മറ്റൊരു വ്യക്തിയിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ സ്നേഹിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയിൽ എനിക്ക് എൻ്റെ ആത്മാവിനെ അനുഭവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥമായിരിക്കുന്ന സ്നേഹം, പ്രണയം എന്നൊക്കെ പറയുന്നത്. അതല്ല അങ്ങനെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ റൈറ്റ് ആയിട്ടുള്ള പാർട്ട്ണർ അല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ തന്നെ സ്വയം ചിന്തിക്കുക നിങ്ങൾക്ക് അങ്ങനെ പറ്റുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ അവിടെ നിന്ന് മുതൽ നിങ്ങൾക്ക് സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു സ്നേഹത്തെ, ദിവ്യമായിരിക്കുന്ന ആ ഒരു സ്നേഹത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. എല്ലാ ജീവൻ്റെയും ഉറവിടം ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. സ്ത്രീയും പുരുഷനിലൂടെയാണ് എല്ലാ ജീവൻ്റെയും ഉറവിടം ആരംഭിക്കുന്നത്. സെക്സ് എന്ന് പറയുമ്പം ഒരു പ്രാർത്ഥനയായി മാറണം എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇങ്ങനെയുള്ളവർ തമ്മിലുണ്ടാവുന്ന സെക്സ് എന്ന് പറയുന്നത് ഒരു പ്രാർത്ഥനയാണ്. അപ്പോൾ ആ പ്രാർത്ഥനയിലൂടെയാണ് നല്ല സൃഷ്ടികൾ ഉണ്ടാവുന്നത്. കൂടുതൽ ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ബുദ്ധ ബ്രഹ്മ എന്ന് പറയുന്ന കാർഡാണ്. ബുദ്ധ കാണിക്കുന്നത് ഒരു വ്യക്തിയെ അല്ല കാണിക്കുന്നത്, മറിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഒരാത്മാവാണെന്നും ആ ഒരു ബോധതലത്തെയാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു ബോധതലത്തിലെത്തുമ്പോൾ ഈ ഒരു മായയിൽ കുറേ മിഥ്യാധാരണകൾ നിങ്ങൾക്കുണ്ടാവാം, നമുക്കെല്ലാവർക്കും ഉണ്ട്. അത് ആ മായയിൽ കുടുക്കി നിർത്തുന്നതായിട്ടുള്ള കാര്യമാണ്. അതാണ് ഡുവാലിറ്റി. ആ ഡുവാലിറ്റിയിൽ നിന്നും വണ്ണസ് എന്ന് പറയുന്ന ഒരു ഇതിലോട്ടേക്ക് വരുന്നതിനെയാണ് ഈ ബുദ്ധ എന്ന് പറയുന്ന ഒരു കാർഡ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ കുറേ മായകളിൽ പെട്ടിട്ട് ഇല്യൂഷനിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടാവാം. അത് ഇല്യൂഷനാണോ അല്ലെങ്കിൽ ഇൻഡ്യൂഷനാണോ എന്നുള്ള തിരിച്ചറിവ് വരും. ഇല്യൂഷനും ഇൻഡ്യൂഷനും തമ്മിലുള്ള ഡിഫറൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അത് നിങ്ങൾക്ക് ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് ചില തോന്നലുകൾ നമ്മളെ മായയിൽ കുടുക്കി കിടത്താൻ വേണ്ടി ചില നെഗറ്റീവ് എനർജീസ് നമ്മളിൽ ഇല്യൂഷൻ കൊണ്ടുവരും. അതേസമയം നമുക്ക് ഇൻഡ്യൂഷനും ഉണ്ടാവുന്നുണ്ട്. ഇതിലേതാണ് നിങ്ങളുടെ ഇല്യൂഷൻ അല്ലെങ്കിൽ ഇതിലേതാണ് നിങ്ങളുടെ ഇൻഡ്യൂഷൻ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അതുമായിട്ട് മുന്നോട്ടേക്ക്, നിങ്ങളുടെ ഇൻഡ്യൂഷനുമായിട്ട് മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു ക്രിയേഷൻ ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ ബ്രഹ്മ എന്ന് പറയുന്ന കാർഡും ബോട്ടം ഓഫ് ദി ഡെക്ക് വാദ എന്ന് പറയുന്ന കാർഡാണ് വന്നിരിക്കുന്നത്. ഇത് രണ്ടും കാണിക്കുന്നത് ക്രിയേഷനെയാണ് കാണിക്കുന്നത്. വാദ എന്ന് പറയുന്ന കാർഡും ക്രിയേഷനെയാണ് കാണിക്കുന്നത്. ബ്രഹ്മ എന്ന് പറയുന്നത് ക്രിയേറ്റീവ് എനർജിയാണ്, സൃഷ്ടിയാണല്ലോ ബ്രഹ്മ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കുള്ളിൽ ഇപ്പോൾ പലതരം ആശയങ്ങൾ വരുന്നുണ്ടാകാം. ഇന്നത് ചെയ്യണം എന്നൊക്കെ തോന്നി പല കാര്യങ്ങളും നിങ്ങൾക്ക് ആശയങ്ങളായിട്ട് വരുന്നുണ്ടാകാം. ഈ ആശയങ്ങളെ പുറത്തോട്ടേക്ക് കൊണ്ടുവരേണ്ട സമയമായി എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അതിന് ജീവൻ കൊടുക്കേണ്ട സമയമായി. അങ്ങനെ ജീവൻ കൊടുക്കണമെങ്കിൽ അവിടെ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ആക്ഷൻ എടുക്കണം. നിങ്ങളുടെ മാസ്കുലൈൻ എനർജി അവിടെ പ്രവർത്തിക്കണം. മാസ്കുലൈൻ എനർജിയാണ് ആക്ഷൻ്റെത്. ഫെമിനൈൻ എനർജി ആക്ടിവേറ്റ് ആണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പുതിയ ആശയങ്ങൾ വരുന്നത്. പക്ഷേ ആ ആശയം കൃത്യമായിട്ട് അത് നിങ്ങളുടെ ഇല്യൂഷനാണോ ഇൻഡ്യൂഷനാണോ എന്നുള്ള തിരിച്ചറിവ് വേണം. അത് ഇൻഡ്യൂഷൻ ആണെങ്കിൽ അതുമായിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകണം. കാരണം ഇപ്പോൾ ക്രിയേഷൻ്റെ സമയമാണ്. നിങ്ങൾക്കുള്ളിലുള്ള ആശയത്തിന് ജീവൻ കൊടുക്കേണ്ട സമയമായിട്ടാണ് കാണിക്കുന്നത്.
അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ആ ഒരു കാര്യത്തിൽ സക്സസ്ഫുൾ ആകും എന്നുള്ളത് വരുന്നുണ്ട്. ഇത് നിങ്ങളുടെ ഒരു സക്സസ്സിലേക്ക് വരേണ്ട ഒരു സമയമായി എന്നുള്ളതാണ് ഓവറോളായിട്ട് കാണിക്കുന്നത്. അത് നിങ്ങൾക്ക് മായയിൽ പെട്ടുപോകാൻ പാടില്ല എന്നുള്ളത് ഇവിടെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം മായ എപ്പോഴും നമ്മളിങ്ങനെ താഴോട്ടേക്ക് വലിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് അത് ഇല്യൂഷൻ ആണോ എന്നുള്ളത് മനസ്സിലാക്കണം എന്ന് പറയുന്നത്. ഇല്യൂഷൻ എപ്പോഴും മായയാണ്. മായയിൽ നമ്മളെപ്പോഴും വീണു പോകും. എത്ര ഉയരത്തിലെത്തിയ ആളും ഒരൊറ്റ സെക്കൻഡ് മതി താഴോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലോട്ടേക്ക് തിരിച്ച് താഴോട്ടേക്ക് വരാതിരിക്കുക. കാരണം ഇപ്പം നിങ്ങളുടെ എനർജി ഉള്ളത് ഒരു ഹയർ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിൽ വരുന്ന കാര്യങ്ങൾ ഇല്യൂഷനാണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് പറയുന്നത്. എപ്പോൾ വേണമെങ്കിലും താഴെ പോകാനുള്ള ചാൻസ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഉയർന്ന അവസ്ഥയിലുണ്ട്, പക്ഷേ മായ ഇങ്ങനെ കുടുക്കി കിടക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അപ്പം മായ ഒരു വ്യക്തിയിലൂടെയാണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത്. മേ ബി നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയിലൂടെ ആയിരിക്കാം നിങ്ങൾക്ക് മായയിൽ തന്നെ നിൽക്കേണ്ട ഒരു അവസ്ഥ വരുന്നത്. ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടാവുന്ന മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ തന്നെ സ്റ്റക്കായി പോകുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഗ്രോ ചെയ്യാൻ പറ്റില്ല. അത് റൈറ്റ് ആയിട്ടുള്ള വ്യക്തിയാണോ റോങ് ആയിട്ടുള്ള വ്യക്തിയാണോ എന്ന് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു തന്നിരുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മാവിനെ മറ്റൊരു ശരീരത്തിൽ അനുഭവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് പ്യുവർ ആയിട്ടുള്ള സ്നേഹം എന്നുള്ളത്. അങ്ങനെ അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് ഒന്ന് കെയർഫുള്ളാവുക. എന്നിട്ട് അവിടെ നിങ്ങൾ നിൽക്കേണ്ടതായിട്ടുള്ള കാര്യമാണെങ്കിൽ മാത്രം അവിടെ നിൽക്കുക, അല്ലെങ്കിൽ മൂവ് ഓൺ ചെയ്യുക എന്നുള്ളതാണ് കാണിക്കുന്നത്. പറഞ്ഞു വന്നത്, നിങ്ങൾക്ക് ബന്ധങ്ങൾ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ശരിയാവുന്നില്ലെങ്കിൽ അതിന് കാരണം നിങ്ങളുടെ ഉള്ളിലെ എനർജി ശരിയാവണം. ആദ്യം ഉള്ളിലെ സ്ത്രീയും പുരുഷനും ഒരു ബാലൻസിൽ വന്നാൽ മാത്രമേ പുറത്തുള്ള സ്ത്രീ പുരുഷ ബന്ധങ്ങൾക്ക് ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവും. അതല്ലെങ്കിൽ അതിലിങ്ങനെ ഓരോരോ പ്രശ്നങ്ങളായിട്ട് വന്നിട്ട് അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രോത്തിന് തടസ്സമായിട്ട് നിൽക്കും. അതുകൊണ്ട് ആദ്യം അവനവൻ്റെ ഉള്ളിലെ എനർജി ഹീലാക്കുക, അതിനുശേഷം മാത്രം നിങ്ങളുടെ പുറത്തുള്ള പാർട്ട്ണറെ ഹീലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഒരു റീഡിങ്ങിൽ ഓവറോളായിട്ട് വന്നിരിക്കുന്ന എനർജി എന്ന് പറയുന്നത്, നിങ്ങൾ ഏതോ ഒരു കാരണം കൊണ്ട് ഇന്നായിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ട്. അത് ഈ വീഡിയോ കാണാൻ ഒരു കാരണം ഉണ്ടാകും. അതല്ലെങ്കിൽ നിങ്ങളായിരിക്കുന്ന അവസ്ഥ എന്താണോ ആ ഒരു അവസ്ഥയിലെത്താനും കൃത്യമായിട്ടുള്ളൊരു റീസൺ ഉണ്ട്. അപ്പോൾ ആ കാരണത്തോട് നിങ്ങൾ പ്രതിബദ്ധരാണ് എന്നുള്ളതാണ് ഈ ഒരു റീഡിങ്ങിൽ ഓവറോളായിട്ട് വന്നിരിക്കുന്ന എനർജി. ആ കാരണത്തോട് നിങ്ങൾ എത്രത്തോളം പ്രതിബദ്ധരാണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് സോൾ പേർപ്പസിലോട്ടേക്കും നിങ്ങൾ എത്തേണ്ടതായിട്ടുള്ള ഒരു സോൾ ഗ്രോത്തിലേക്കും നിങ്ങൾക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ ഓവറോളായിട്ട് വന്നിരിക്കുന്ന എനർജി. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് മുന്നോട്ടേക്ക് പോവുക. ഇതാണ് നിങ്ങളുടെ റീഡിങ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.